ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചു. കൊടിസുനി ഒഴികെയുള്ള പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ടി.പി. കേസ് പ്രതികൾക്ക് വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. അതിര ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലതവണ ഇത്തരത്തിൽ ഈ ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് അനധികൃതമായി ജാമ്യം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലെല്ലാം ഈ വിമർശനങ്ങൾ ഈ സർക്കാർ മുഖവിലക്കെടുത്തില്ല. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ഘട്ടത്തിൽ ഇത്തരത്തിൽ 10 പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ടി.പി. വധക്കേസിലെ പ്രധാന പ്രതി കൊടിസുനി ഒഴികെയുള്ള 10 പേർക്കാണ് ഇത്തരത്തിൽ ജാമ്യം ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. കാരണം ഈ 10ലധികം പ്രതികൾക്ക് ഒരേ സമയം ഒരു പരോൾ അനുവദിക്കുന്നത് ഇതിനു മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ നിയമപരമായി തന്നെ ഈ പരോൾ അർഹിക്കുന്നു. അതോടൊപ്പം തന്നെ ജയിൽ ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്നും ഇവർക്ക് പരോൾ അനുവദിക്കണമെന്ന രീതിയിലുള്ള ശുപാർശ ഉണ്ടായിരുന്നു. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഈ 10 പ്രതികൾക്കും പരോൾ അനുവദിച്ചത്. അതോടൊപ്പം തന്നെ കൊടിസുനിയും പരോളും ഇപ്പോൾ പരിഗണനയിലുണ്ടെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ 10 പ്രതികളിൽ ഒന്നിലധികം പേരും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം നിലവിൽ പ്രവർത്തിച്ചു വരുന്നതായി ഈ ജയിലിനുള്ളിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നതായി പലതവണ കണ്ടെത്തിയിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും ഈ പ്രതികൾക്ക് പരോൾ നൽകിയിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.